ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദേവികാസ് ഡ്രീം വേൾഡ്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറി പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ പാർക്കിൽ എന്തൊക്കെ റൈഡ്സ് ഉണ്ട്, ആ റൈഡ്സിൽ ഞാൻ കയറുന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ നല്ല സാഹസികമായിട്ടുള്ളൊരു ഇതിലാണ് കയറിയത്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ടയറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് അടുത്ത ടയറിലോട്ട് ചാടണം, അവിടുന്ന് അടുത്ത ടയറിലോട്ട് ചാടണം, അങ്ങനെ ചാടി പോകുന്നതാണ്. അപ്പോൾ അത് അവസാനം കറങ്ങി ഞാൻ തിരിഞ്ഞു പോയി കേട്ടോ. ഇതെങ്ങനെയാണ് തിരിഞ്ഞ് ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് എനിക്ക് കയറ് കിട്ടിയില്ലായിരുന്നു, ഞാൻ താഴെ വീണൊക്കെ പോയി. അങ്ങനെ ഇതിലോട്ട് കയറി ഞാൻ എന്നെ തന്നെ ഒരു ചലഞ്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തലോട്ട് ചവിട്ടാൻ പോയപ്പോഴും എൻ്റെ കാല് തറയെ മുട്ടി. അങ്ങനെ ഞാൻ ഈ ചലഞ്ചിൽ നിന്ന് ഔട്ടായി. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് ഞാൻ സ്ലൈഡിൽ ഇറങ്ങുകയാണ്. കുഞ്ഞിപ്പിള്ളാരുടെ സൈഡാണ് കേട്ടോ. അപ്പോൾ അതിന് എൻ്റെ കാല് മുറിഞ്ഞു ഗായ്സ്. അത് കഴിഞ്ഞ് ഞാനിപ്പം ഒരു എം ഷേപ്പിലുള്ള ഇങ്ങനെ കയറാനുള്ള, ഇങ്ങനെ വലിഞ്ഞ് കയറാനുള്ള ഇതിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കയറി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കി എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ എത്തി, എമ്മിൻ്റെ പകുതി വരെ എത്തി. അപ്പം ഞാൻ എം ഇപ്പം തീരും ഇപ്പുറത്തോട്ട് കാല് വെച്ചു, അടുത്ത കാല് വെക്കട്ടെ, വെച്ചു. അപ്പം നമ്മൾ താഴോട്ടിറങ്ങുകയാണ് ഗൈസ്. ഇറങ്ങി ഞാൻ താഴെ വീഴാൻ പോയി ഗൈസ്. പക്ഷേ ഞാനത് നിങ്ങളെ ഒരു ആക്ഷൻ പോലെ കാണിച്ചാണ് കേട്ടോ. പിന്നെ കുഞ്ഞു പിള്ളേരുടെ താറാവിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ആട്ടാനൊക്കെ എനിക്ക് പേടിയായിരുന്നു, പൊട്ടിപ്പോകുന്നു. അപ്പം എൻ്റെ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് സീസോ കളിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഈ കറങ്ങുന്ന ഈ ചെയറിൽ കയറിയിരുന്നു. സാധാരണ എല്ലാവരും മുമ്പിലോട്ടാണ് ഇത് കറക്കുക, ഞാൻ പുറകിലോട്ടാണ് കറക്കുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് കറക്കാമല്ലോ. ഫ്രണ്ടിലോട്ടാകുമ്പോൾ ഇച്ചിരി പാടാണ് കേട്ടോ കറക്കാൻ. അതിനുശേഷം ഞാൻ ഊഞ്ഞാലാടുകയാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഊഞ്ഞാലാടി കഴിഞ്ഞു, ഞാൻ ചാടി ഇറങ്ങി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗ്ലോബിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്ലോബിൽ ഇങ്ങനെ ഇന്ത്യയൊക്കെ തപ്പുമായിരുന്നു. അപ്പോഴത്തേനും മുകളിൽ ഇന്ത്യ കണ്ടു. അതല്ല കേട്ടോ ഇന്ത്യ, മുകളിൽ ഇന്ത്യ ഞാൻ കണ്ടുപിടിച്ചത്. ഇപ്പോൾ തുടർന്ന് ഇന്ത്യ ആണ് കേട്ടോ. അങ്ങനെ കാണാം. പിന്നെ താഴെ ഇങ്ങനെ ടൈമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് വലിയൊരു ഗ്ലോബാണ്. പിന്നെ ഇതാണ് കേട്ടോ ഈ പാർക്കിലെ റൈഡുകൾ, അങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ആ പാർക്ക്. പിന്നെ അവിടെ സീസോ കൊണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല, നേരെ അങ്ങ് പോയി. കാണുന്ന ഒരു ചുമന്ന ഇതില്ലേ, അതെന്ന് വെച്ചാൽ അതിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ അങ്ങ് കറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചത് തന്നെ കറങ്ങുന്നേ. അത് ഞാൻ നേരെ ഇരുന്നു. എന്നിട്ട് ആ തുളയെ കൂടെ നോക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ആ തുളയെ കൂടെ ഞാൻ നോക്കുകയാണ്. പക്ഷേ ഇതിൽ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ മേല അകത്ത് എന്താണെന്ന്. ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഇതെന്താണ് ഇതിൻ്റെ അകത്ത് കാണുന്നതെന്ന് വെച്ചാൽ മുകളിലുള്ള ഏറ്റവും പൊക്കത്തിലുള്ള മരങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മടുത്തപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തയിലോട്ട് പോവുകയാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, അതിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അടുത്തൊരു ബോക്സ് കണ്ടു. അപ്പോൾ അതിലോട്ട് ഒളിഞ്ഞു നോക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് എന്താണെന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നേരെയുള്ളതെല്ലാം തലകുത്തിയാണ് നമ്മളിപ്പോൾ കാണുന്നത്, കണ്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ഇച്ചിരിയൊക്കെ ക്ലിയർ ആയിട്ട് കാണാമല്ലോ അല്ലേ. തലകുത്തിയാണ് എല്ലാം കാണുന്നത്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കൊട പോലത്തെ ഒരു റൈഡുണ്ട് കേട്ടോ. അവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ വണ്ടി ഓടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങോട്ടാണോ കറക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടായിരിക്കും ഇത് തിരിയുന്നത്, കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങോട്ടാണോ തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലോട്ടാണ് ഇത് കറങ്ങുന്നത്, കണ്ടോ. ഇതൊരു അടിപൊളി സംഭവം. ഇതിൽ ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ ഇതെന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ABCD ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും ABCD ഒക്കെ വായിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും എന്താ മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പോയി. അത് കഴിഞ്ഞതാ ഇങ്ങനെ കറക്കുന്ന ഒരു ഇതാണ് കണ്ടത്. ആദ്യം അതിൽ പേരൊന്നും എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, വെറുതെ കറക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്തുള്ള പേര് ഞാൻ കണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ബ്ലൂ കാണുന്നതിനാന്ന് വെച്ചാൽ അയൺ ആണ് കേട്ടോ. അയൺ കണ്ടോ, അയൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുള്ള ആ പച്ച അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഒന്നും അതിൽ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അലൂമിനിയമാണ്. ഞാൻ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ആ ബെല്ല് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തിരിക്കുമ്പോഴത്തേനും ഇതിങ്ങനെ കറങ്ങും കേട്ടോ.
നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എവിടെ വേണമെങ്കിലും വലിഞ്ഞ് കയറാൻ മിടുക്കിയാണ് ഞാൻ. പക്ഷെ തൂങ്ങിപ്പോകാൻ എനിക്ക് ഒട്ടും അറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ തൂങ്ങിപ്പോയും വീഴാൻ പോയപ്പോൾ ഞാൻ തിരിച്ച് കയറി കേട്ടോ. ഞാൻ വീഴാൻ പോയെന്ന് എനിക്ക് തോന്നി, അപ്പോൾ ഞാൻ തിരിച്ച് കയറി. ഒരെണ്ണം പോലും ഞാൻ പൂർത്തിയാക്കിയില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഇറങ്ങി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ സ്ലൈഡിൽ കയറുകയാണ് കേട്ടോ. വലിയ പിള്ളേരുടെ സ്ലൈഡിൽ കയറുകയാണ്. അപ്പോൾ ആ സ്ലൈഡിൽ കയറി ഇരുന്നു. അതാ ഗൈസ്, നമ്മൾ ഊർന്നു പോകാൻ പോവാണ്. ഊർന്നു പോയി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് വേറൊരു നെറ്റ് പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അതിൽ വലിഞ്ഞ് കയറുകയാണ് ഞാൻ. നേരത്തെയൊക്കെ ഞാൻ ഇതിൽ കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഇത് ഇളകുന്നൊന്നുമില്ലായിരുന്നു. ഇപ്പം ഏറ്റവും മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വല്ലാതെ ഇളകുന്നു. ഞാൻ പേടിച്ചു, ഉയ്യോ ഞാനിപ്പോൾ വീഴുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വീഴൊന്നുമില്ല. എന്തായാലും ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും താമസിച്ച് കയറി ഇറങ്ങുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഷടേന്ന് പറഞ്ഞ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ കാലെടുത്ത് പുറത്ത് വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും, വല്ലാതെ ഇളകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. ഇത് ഇറങ്ങുമ്പോഴും ഭയങ്കരമായിട്ട് ഇളകുന്നൊക്കെയുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കാതെ ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇവിടെ താഴെ എത്തി. അപ്പോൾ അവസാനം വന്നപ്പോഴത്തേനും ചവിട്ടാൻ സ്ഥലം കിട്ടിയില്ല. അപ്പം ഞാൻ ചാടുന്ന പോലെ ആക്കി സത്യത്തിൽ വീണായിരുന്നു. പിന്നെ ഇതാ ഇവിടെ കുഴൽ കിണറാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പ്രൊട്ടക്ട് നേച്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.